ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ അതിവേഗം അതിജീവനം സാധ്യമാക്കുകയാണ് സർക്കാർ. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവരെ വീടുകളിലേക്കും സർക്കാർ ക്വാർട്ടേഴ്സുകളിലേക്കും മാറ്റി തുടങ്ങിയിരിക്കുന്നു. ക്യാമ്പുകളിൽ നിന്ന് മാറ്റുമ്പോൾ വെറും കൈയോടെ അവരെ പറഞ്ഞു വിടുകയല്ല, മറിച്ച് അവർക്ക് അത്യാവശ്യം ജീവിക്കാനായ സാധനങ്ങളടക്കം കൊടുത്താണ് അവരെ താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലെ റവന്യൂ ക്വാർട്ടേഴ്സിലാണ്. ഇവിടെ മുണ്ടക്കയിലെ റഷീദും ഭാര്യ സെറീനയും മകളും അടങ്ങുന്ന കുടുംബം ഈ സർക്കാർ ക്വാർട്ടേഴ്സിലാണ് അവർക്ക് താമസം അനുവദിച്ചു കിട്ടിയിരിക്കുന്നത്. ഈ ക്വാർട്ടേഴ്സിൽ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ക്യാമ്പിലായിരുന്നല്ലേ? ക്യാമ്പിലായിരുന്നു. എന്നാണ് ഇങ്ങോട്ടേക്ക് മാറിയത്? ഇന്നലെ രാവിലെ മാറിയല്ലേ? ഇതിപ്പം എത്ര മുറിയുണ്ട് ഇവിടെ? ഇത് റവന്യൂ ക്വാർട്ടേഴ്സ് ആണല്ലേ? അതെ, റവന്യൂയുടെ ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സ് ഒന്നും. പിന്നെ 2 ബെഡ്റൂം ഉണ്ട്, പിന്നെ ഹാള് നല്ല സൗകര്യമുള്ള. നമുക്ക് അത്യാവശ്യം ഇത് കസേരയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഇത് കളക്ടറേറ്റിൽ നിന്ന് കൊടുത്തു വിട്ടാന്ന് പറഞ്ഞു നമ്മള്. നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഈ ടേബിള്, ചെയർ, അതുപോലെ കട്ടിലൊക്കെ ഉണ്ട്. കട്ടിലൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഇതെല്ലാം തന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അതെ വിട്ടിരിക്കുന്നത്? എനിക്കൊന്നും ഇതിന്റെ ചില്ലിടാത്ത അല്ല, അതിപ്പോ കൊടുന്നേരാന്ന് പറഞ്ഞവര്. അത് നമ്മള് 1.5 ലക്ഷം കൊടുത്തയക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ ഡൈനിങ് ടേബിളിന്റെ ചില്ലും അതെന്താ വെച്ചാൽ ഇത് പൊട്ടിപ്പോകുന്ന പറഞ്ഞിട്ട് ഇപ്പൊ കൊടുന്നേരാന്ന് പറഞ്ഞവര്. അത് സാറ് വന്നിരുന്നു ഇവിടെ, ഒരു അർജുൻ എന്ന് പറഞ്ഞ സാറ് വന്നിരുന്നു. നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇവിടെ. അതപ്പോ നിങ്ങൾക്ക് അപ്പുറത്ത് വർക്ക് എടുക്കുന്ന കാണില്ല, പെയിന്റ് ഒക്കെ അടിച്ച് നമുക്കിത് മെയിൻ്റെനൻസ് ഒന്നുകൂടി ചെയ്തുതരാന്ന് പറഞ്ഞു. അപ്പൊ അവർ രാവിലെ വന്നിരുന്നു. ഇത് നമ്മൾ ഷീറ്റ് അടിച്ചുതരാം, പെയിന്റ് ചെയ്തുതരാം. ഇത് കുറെ നാളുകളായി താമസം ഇല്ലാതിരുന്ന ക്വാർട്ടേഴ്സുകളാണ്. അപ്പോൾ അത് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി വാസയോഗ്യമാക്കിയ രീതിയിലാണ് ആളുകൾക്ക് കൈമാറിയിരിക്കുന്നത്. 2 മുറി, അത്യാവശ്യം സൗകര്യമുള്ള മുറികളാണ്. ഇതൊരു ചെറിയ ഒരു മുറി. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ ഒരു കിടപ്പുമുറി. അപ്പൊ 2 ബെഡ്റൂം, ഒരു ഹാളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു അലമാര. ഈ അലമാര കയറി ചേട്ടൻ കയറുക. ഈ അലമാര നിങ്ങൾക്ക് ക്യാമ്പിൽ നിന്ന് പോന്നപ്പോ തന്നാണ്? ക്യാമ്പിൽ നല്ല ഈ ഡ്രസ്സുകളും ഇത് കുറച്ച് സംഘടന തന്നാണ്. ഡ്രസ്സും ഗവൺമെന്റ് തന്നാണ്, അവർ തന്നാണ്. വരുമ്പോ ഒന്നുമില്ല, നമ്മള് വെറും ചളിന്ന് കയറിയിട്ടല്ലേ വരുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഒരു സാധനം പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ വരുന്നവർക്ക് ഒരു അലമാര കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നാണ്. ഇത് ഒരു ചേട്ടൻ ഞങ്ങക്ക് ഇവിടെ വന്നപ്പോ സ്നേഹത്തോടെ തന്നാണ്. കട്ടില്, ബെഡ്, പുതപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ എനിക്കൊരു ബനിയനും ബർമൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് മുഷിഞ്ഞ ഡ്രസ്സ്, അതെ. അവിടെ നിന്ന് ഇപ്പൊ ഇത്ര സാധനങ്ങൾ ഗവൺമെന്റ് തന്നാ. ഈ പില്ലോ എല്ലാം ഗവൺമെന്റ് തന്നാ തന്നെയാണ്. അതായത് അലമാരയുണ്ട്, കട്ടില് കൊടുത്തിട്ടുണ്ട്, ബെഡുണ്ട്, പില്ലോടക്കമുള്ള കാര്യങ്ങൾ നൽകിയാണ്. ഏറ്റവും ഇതുണ്ടോ ഫാൻ തന്നെ, അതായത് കരുതലാണ്. നമ്മൾ വിചാരിക്കും ഒരു ഫാൻ എന്നത്, അതെല്ലാം ഫാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫാനുകൾ ഒരു റൂമിൽ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്, കറണ്ട് പോലെ കത്തുന്ന ലൈറ്റ് എല്ലാം. അതൊക്കെ ഒരു സൗകര്യം. അതെല്ലാം ഗവൺമെന്റ് നമ്മൾ ചിന്തിക്കുന്ന അപ്പുറം അവർ ചിന്തിക്കുന്നുണ്ടെന്നാ. അപ്പം വെറും കൈയോടെ ആളുകളെ പറഞ്ഞു വിടുകയല്ല ചെയ്തിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ അത്യാവശ്യം കാര്യങ്ങൾ നൽകി തന്നെയാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്ക് അടുക്കളയിലോട്ടൊന്ന് പോകാം. ഫർണിച്ചർ മാത്രമല്ല കേട്ടോ, പിന്നെ നമുക്ക് അടുക്കളയ്ക്കുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നിട്ടുണ്ട്. ചേച്ചി, ഞങ്ങൾ ഈ നിങ്ങളെ സർക്കാർ പുനരധിവസിപ്പിച്ചപ്പോ വെറും കൈയോടെയാണോ പറഞ്ഞു വിട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അല്ല, നമുക്ക് ഗ്യാസ് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്, അത് പാത്രങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ ആവശ്യമുള്ള നമ്മളൊക്കെ പാചകം ചെയ്യാനുള്ള സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും എല്ലാം നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ സ്റ്റവ് ഒക്കെ തന്നതാണ്. ക്യാമ്പിൽ നിന്നല്ല, കളക്ടറേറ്റിൽ നിന്ന് തന്നതാണ്. അതെ അതെ അതെ, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇവരിവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. പാത്രങ്ങളെല്ലാം തന്നിട്ടുണ്ട്, കുക്കർ, ചെമ്പുകൾ, ഇതൊക്കെ കുറെ സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു വെറും കൈയോടെ വന്ന് കയറി എന്നൊരു ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള കട്ടിലായാലും അലമാരയായാലും മേശ, കസാര, അതുപോലെ നമുക്ക് അടുക്കളയ്ക്കുള്ള ഗ്യാസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സർക്കാർ നമ്മളെ വെറുതെ ആക്കിയിട്ടില്ല. എവിടെയായിരുന്നു അവിടെ താമസിച്ചോണ്ടിരുന്നത്? ഞങ്ങൾ അവിടെ ഇങ്ങനെ വീട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിപ്പോ പാടിയിലായിരുന്നു താമസിച്ചിരുന്നത്. മുണ്ടക്കയില് സ്കൂളിനടുത്തുള്ള പാടിയിലായിരുന്നു ഇപ്പൊ താമസിച്ചിരുന്നത്. എല്ലാം പോയി. അടുക്കള ഭാഗം മൊത്തം ചെളി കയറി. ഇട്ടിരുന്ന ഉടുപ്പോടെയാണ് നിങ്ങൾ ക്യാമ്പിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്കയും ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് അത്യാവശ്യം എല്ലാം, ഡ്രസ്സാണെങ്കിലും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് 21 ദിവസം ക്യാമ്പിൽ നിന്ന് വന്നതാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്യാമ്പിലേക്ക് റൂമിലേക്ക് പറഞ്ഞയച്ചാൽ അവിടെ ഉത്തരവാദിത്തം കഴിയുന്നു ഇതാകുന്നില്ല. ഇന്ന് രാവിലെ ജോമൻ സാറ്
ഇന്ന് അത് കഴിഞ്ഞ് നമ്മളെ ക്യാമ്പിലെ വിഒ ഉണ്ടായിരുന്നു, അദ്ദേഹം വിളിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിതീഷ് സാറ്, അങ്ങനെ നിരന്തരം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അതായത് കളക്ടർ അന്വേഷിക്കുന്നുണ്ട്. കളക്ടറിന് വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ, സാധനങ്ങൾ എന്തെങ്കിലും വേണ്ടി വരുമോ, നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് താമസിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സൗകര്യങ്ങളും പ്രയാസം അതൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കളക്ടറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവർക്ക് അവരോട് നന്ദി പറയാം, കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു സിസ്റ്റം വർക്ക് ചെയ്യാണ്. ചേട്ടൻ പറഞ്ഞ ആ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഒരു സിസ്റ്റത്തിന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ്. ഒരു ദുരന്ത മുഖത്ത് ഒരു സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു, ആ ദുരന്തം നടന്നതിന് ശേഷം അവിടെയുള്ള മനുഷ്യരെ ഒരു സർക്കാർ സംവിധാനം എങ്ങനെ കണക്കിലെടുക്കുന്നു എന്നതിന്റെ കൂടി ഒരു വലിയ ഉദാഹരണമാണ് ഈ ഒരു ക്വാർട്ടേഴ്സ്. ഇതുപോലെ വിവിധ ഇടങ്ങളിലായി സർക്കാർ ക്വാർട്ടേഴ്സുകളും ഒപ്പം തന്നെ വാടക വീടുകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകളിൽ നിന്ന് വളരെ വേഗം ആളുകളെ മാറ്റുന്നു എന്ന് മാത്രമല്ല, അവർക്ക് ആ പുതിയ സ്ഥലത്തേക്ക്, താമസ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകിക്കൊണ്ടാണ് അവരെ മാറ്റുന്നത്. കൽപ്പറ്റയിൽ നിന്ന് മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.